മക്കളെ, എൻ്റെ കുട്ടികളെല്ലാവരും അല്ലേ, നമ്മൾ SSLC എന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. എല്ലാവരും ഇപ്പോൾ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് പാസ്സായപ്പോൾ മുതൽ എൻ്റെ മക്കൾ കേൾക്കുന്നതായിരിക്കും, ഇനി നീ SSLCയിലാണ്, ഈ കാര്യങ്ങൾ നീ ഇനി മാറ്റി നിർത്തണം, നീ 10ാം ക്ലാസ് എത്തിയ ആ ഒരു സീരിയസ്നെസ് വേണം, ഇനി നീ അങ്ങനെ കളിച്ച് നടക്കാൻ പാടില്ല കൂടുതൽ അല്ലേ. ചിലപ്പോൾ ആണെങ്കിൽ ചില പാരൻസ് ഭയങ്കര വാത്സല്യത്തോടെ ആയിരിക്കും പറയുന്നത്, മോനെ അല്ലെങ്കിൽ മോളെ ഈ ഒരു വർഷം നീ നല്ലോണം പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ റെഡിയാവും അല്ലേ. എന്താണ് അവർ നമ്മളെ പറ്റിക്കുകയാണോ? അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് എന്തിനാണ് പറയണത് ഇതാണ് നിൻ്റെ ലൈഫ് ഡിസൈഡിങ് പോയിന്റ്? എന്തിനാണ് അങ്ങനെ പറയണേ? ഒരിക്കലും നമ്മുടെ പാരൻസ് ആയാലും നമ്മുടെ ടീച്ചേഴ്സ് ആയാലും എൻ്റെ കുട്ടികൾക്ക് ദോഷം വരുന്ന കാര്യം അവർ പറയില്ല അല്ലേ. പിന്നെ എന്താണ് അവർ പറയുന്നതെന്ന് ചിലപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും ഈ SSLC ആണോ നമ്മുടെ ലൈഫ് തീരുമാനിക്കാൻ പോകുന്നത് അല്ലേ. നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ഇപ്പം നമ്മൾക്ക് ഇങ്ങനെ കളിച്ച് നടക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും ടീച്ചേഴ്സും പാരൻസും എല്ലാം ഇങ്ങനെ പറയുമ്പോൾ SSLC ഒന്നല്ല ജീവിതം തീരുമാനിക്കാൻ പോണേ, പഠിക്കാതെ എത്രയോ ആൾക്കാർ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. അല്ലാതെ പഠിച്ച് മാത്രമല്ല ആൾക്കാർ ജീവിതത്തിൽ വിജയിക്കുക, വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊന്നും പഠിക്കാതെ തന്നെ എത്രയോ ആൾക്കാർ അവരവരുടെ ലൈഫ് സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആൻഡ് ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിളൊക്കെ എടുത്തിടും, നോക്കി അയാൾ ഇത്രയും പഠിച്ചിട്ട് എവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാവും അല്ലേ. നമുക്കെപ്പോഴും നമ്മളെ ഫേവർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുക, ആണോ അല്ലേ. അതായത് നമുക്കിപ്പോൾ ഏതാണോ നല്ലതായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും എക്സാമ്പിൾസ് കണ്ടെടുക്കും. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, അയാളൊന്നും പഠിച്ചിട്ടില്ലല്ലോ, പക്ഷെ ഇപ്പോൾ എവിടെ എത്തി നോക്കി, പഠിച്ച ആൾ നോക്കി എവിടെ എത്തിയിട്ടുള്ളൂ, ഒന്നും ആയിട്ടില്ല ലൈഫിൽ. പഠിക്കാത്ത അയാൾക്ക് വീടായി, കാറായി, എല്ലാ സൗകര്യങ്ങളായി. പഠിച്ച ഇയാളെ എവിടെ എത്തിയിട്ടില്ല. ഇയാൾക്ക് വീടില്ല, ഇപ്പോഴും വാടക വീട്ടിലാണ്. ഇയാൾ വണ്ടിയില്ല, ഇപ്പോഴും ഇങ്ങനെ നടന്നാണ് പോകുന്നത്. അങ്ങനെ നിങ്ങളൊരു എക്സാമ്പിൾ ചിലപ്പോൾ ഞാൻ കുറേ പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്നറിയാമോ? നമ്മൾ കാണുന്നത് ഒരു 10 ആൾക്കാർ പഠിച്ചിട്ട് അതിൽ ഒരാളായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട്, അയാളുടെ ജീവിത സാഹചര്യമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ ആ ഒരാളായിരിക്കാം എവിടെ എത്താതെ ആയിപ്പോയത് അല്ലേ. പക്ഷെ അത് അയാളുടെ കാരണം കൊണ്ടല്ല. അയാൾ പഠിച്ചു, 10 ആൾക്കാരിൽ ചിലപ്പോൾ ഒരാളായിരിക്കും അങ്ങനെ ആയത്. ആ ഒരാളെയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ. ബാക്കി 9 ആൾക്കാർ അവിടെ സക്സസ്ഫുൾ ആയത് നമ്മൾ നോട്ട് ചെയ്യില്ല. നേരെ മറിച്ച് ഇവിടെയോ 10 ആൾക്കാരിൽ എല്ലാവരും കളിച്ച് നടന്നതിൽ ഒരാളായിരിക്കും ചിലപ്പം ജയിച്ചിട്ടുണ്ടാവുക, ഒരാളായിരിക്കും ചിലപ്പോൾ ലൈഫിൽ സക്സസ്ഫുൾ ആവുക. ബാക്കി 9 ആൾക്കാരും ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, അവർ വിചാരിച്ച് എവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ മക്കൾക്ക് ആ 9 ആൾക്കാരിൽ സക്സസ്ഫുൾ ആയ 9 ആൾക്കാരിൽ ഒരാളാവണോ, അതോ ഫെയിലിയർ ആയ ആ 9 ആൾക്കാരിൽ ഒരാളാവണോ? ഞാൻ ഒരിക്കലും, ഞങ്ങൾ ആരും, മിസ് മാത്രമല്ല നമ്മുടെ എക്സാമിനറിലെ ടീച്ചേഴ്സ് ആയാലും നിങ്ങളുടെ പേരൻസ് ആയാലും ആരും തന്നെ ഫെയിലിയർ ആയ ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് നിങ്ങളെ തള്ളിയിടാൻ സമ്മതിക്കില്ല. നിങ്ങളങ്ങനെ ആവണം എന്ന് വിചാരിച്ചാലും ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം നമ്മുടെ ലൈഫ്, നമ്മുടെ ഇപ്പോൾ ഒരു ലൈഫും അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. എല്ലാ കാര്യങ്ങളും മാറി വരികയാണ്, എല്ലാത്തിലും ഒത്തിരി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാറ്റങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ മക്കൾ നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ സംഭവിച്ച് നല്ലപോലെ പഠിച്ച് നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്തണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ ഒരു സമാധാനം ഉണ്ടാവുക. നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് പറയാൻ പറ്റണം, അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ പഠിച്ചിട്ടാണ് ഈ നിലയിൽ എത്തിയത് അല്ലേ. ഇപ്പോൾ കളിച്ച് നടന്നിട്ടുള്ള ഒരാൾ ഒരിക്കലും അവരുടെ കുട്ടിക്ക് എന്ത് ഉപദേശം കൊടുക്കില്ല, നീ പഠിക്കൊന്നും വേണ്ട, ഞാൻ നോക്കിയേ കളിച്ചിട്ടാണ് പഠിക്കാതെയാണ് ഈ നിലയിലെത്തിയെന്ന് ഒരു അച്ഛനും അമ്മയും അവരുടെ കുട്ടികൾക്ക് ഉപദേശം കൊടുക്കില്ല. ഒരു ടീച്ചറും അവർക്ക് ഉപദേശം കൊടുക്കില്ല. ഇനിയിപ്പോൾ തമാശ കളിച്ച് എങ്ങനെയൊക്കെയോ എന്തോ ഭാഗ്യം കൊണ്ട് എന്തെങ്കിലും ഒരു ടീച്ചറായ ആ ടീച്ചർ പോലും ഒരിക്കലും കുട്ടികൾക്ക് ഉപദേശം കൊടുക്കില്ല, നീ പഠിക്കൊന്നും വേണ്ട, നീ ഇങ്ങനെ കളിച്ച് നടന്നോ, നീ എങ്ങനെയെങ്കിലും എവിടെ എത്തുന്നു ഒരിക്കലും പറയില്ല. അവരെന്താ പറയുക, നിങ്ങൾ നല്ലോണം പഠിക്കണം എന്നാണ് പറയാം. കാരണം അവർക്ക് തന്നെ അറിയാം അവരെവിടെ എത്തിയത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ എന്തോ കാര്യം കൊണ്ടാണ് ഞാനിവിടെ, എൻ്റെ ലക്കിന് ഞാനിവിടെ എത്തിയതാണ്. അതുപോലെ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് സംഭവിക്കണമെന്നില്ല. അപ്പം എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ അവർ പഠിക്കണം എന്ന് അവർക്ക് അറിയാം അല്ല. നിങ്ങൾക്ക് ഒരിക്കൽ പോലും നിങ്ങളുടെ പേരൻസോ ടീച്ചേഴ്സോ ഇങ്ങനെ ഒരു ഉപദേശം തന്നിട്ടുണ്ടാവില്ല, പഠിക്കണ്ട, നീ എന്തായാലും നീ വിജയിക്കും അല്ലേ. അങ്ങനെ ഒരു ടീച്ചേഴ്സും അല്ലെങ്കിൽ ഒരു പേരൻസും കുട്ടികൾക്ക് ഉപദേശം കൊടുക്കില്ല അല്ലേ. അപ്പോൾ അതിന് കാരണം കളിച്ച് നടന്നിട്ട് സക്സസ്ഫുൾ ആവുന്നത് വളരെ കുറച്ച് പേരായിരിക്കും. അത് അവരുടെ ലക്കാണ്. ആ ഒരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ വളരെ കൂടുതലാണ്.
എൻ്റെ മക്കൾ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ, നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ എത്തട്ടെ. പക്ഷേ നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റില്ല, നമ്മുടെ ലൈഫാണ് അല്ലേ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചത്ത് പഠിക്കേണ്ട മക്കളെ. കുറച്ച് സമയം, എല്ലാ ദിവസവും കുറച്ച് സമയം നല്ല രീതിക്ക് പഠിച്ചാൽ മതി. ഓക്കെ, എല്ലാ സമയവും കുറച്ച് നേരം പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ ബാക്കി സമയം എൻ്റെ കുട്ടികൾ എൻജോയ് ചെയ്തോളൂ, ബാക്കി സമയം നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പഠിക്കണ ആ സമയം കുറച്ച് നല്ല പോലെ പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കുക. അങ്ങനെ എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെല്ലാവരും ഉള്ള നമ്മുടെ ലക്ഷ്യ ബാച്ച് ഉള്ളത്. നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ എൻ്റെ മക്കളെ ഓരോ കാര്യങ്ങളും ഓരോ സബ്ജക്റ്റും ഇഷ്ടപ്പെട്ട് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ട്. നിങ്ങൾ പഠിക്കുന്നത് ചിലപ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം കുറേ കമൻസിൽ കേട്ടിട്ടുള്ളതാണ്, ഈ സബ്ജക്റ്റ് എൻ്റെ ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റായിരുന്നു, പക്ഷെ നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ നമ്മുടെ അലക്സ് സാറിൻ്റെ കൂടെ അലിൻ സാറിൻ്റെ കൂടെയൊക്കെ പഠിച്ച് എനിക്കിതിപ്പോൾ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിൽ എനിക്ക് മാർക്കേ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ ആ സബ്ജക്റ്റിൽ ഫുൾ മാർക്ക് വാങ്ങിക്കുന്നു. അതിന് കാരണം എന്താ അറിയോ, നമ്മൾ ഹൃദയം കൊണ്ട് പഠിക്കാൻ തുടങ്ങിയാൽ, ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം നിങ്ങളത് പഠിക്കുന്നതിൽ തുടങ്ങാം. ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാക്കി തരാൻ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ അതൊരു ശീലമായിട്ട് മാറും, പിന്നെ അതങ്ങോട്ട് ചെയ്യും നമ്മൾ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ അറിയാതെ നിന്ന് നമ്മൾ ലൈഫിൽ സക്സസ്ഫുള്ളാവും. അത് മിസ്സ് പറയാൻ കാരണം, ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസ് ഞാൻ ചെയ്യാൻ തന്നെ കാരണം എൻ്റെ ടീച്ചേഴ്സിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ എനിക്കത് ഉറപ്പാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ വിചാരിക്കുന്നതെല്ലാം എത്തും. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇപ്പോൾ SSLC അടിപൊളിയാക്കി നമുക്ക് ഫുൾ A+ വാങ്ങിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ലക്ഷ്യ ബാച്ചിലുണ്ട്. ഇപ്പം നമ്മൾ 1000 rupees കുറച്ചിട്ട് 2999 നിങ്ങൾക്ക് തരുന്നത്. അത് മാത്രമല്ല, നമ്മുടെ എക്സാമിനറിൻ്റെ ഫുൾ ബുക്ക് സെറ്റ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യാനും എല്ലാം ഉണ്ടാകും. അതുകൂടാതെ നമുക്ക് റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുക. നമ്മുടെ റിവിഷൻ ബാച്ചൊക്കെ തുടങ്ങാറായി. നമ്മൾ ക്രിസ്മസ് എക്സാമൊക്കെ തകർത്തെഴുതി, പിന്നെ നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ സീരീസ് എല്ലാം തുടങ്ങും. ബാച്ചിലെ മക്കൾക്ക് അത് ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം തകർത്തെഴുതാം. നമ്മുടെ റിവിഷൻ ബാച്ച് ഫ്രീ ആണ്, ബുക്ക് സെറ്റ് ഫ്രീ ആണ്. അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാം. ഈ ഒരൊറ്റ നമ്പറിൽ എൻ്റെ മക്കൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മൾക്ക് അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് റെക്കോർഡ് ഉണ്ടാക്കണം. കാരണം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ ഓരോ വർഷവും നമ്മുടെ കുട്ടികൾ ഫുൾ A+ വാങ്ങിക്കുന്ന നമ്മുടെ കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരാളായിട്ട് എൻ്റെ മക്കൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ, ലൈഫിൽ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. താല്പര്യമുള്ള മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ഞങ്ങളുണ്ടാവും കൂടെ.